കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിലാണ് രാജ്യം. കാർഗിലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയക്കൊടി പാറിച്ചതിന്റെ അനുസ്മരണം. കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രവും അറിവുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചുരുക്കത്തിൽ ലളിതമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. കൂടുതൽ അറിവ് പകരുന്ന വീഡിയോകൾക്കായി M3 ഫാക്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് 1999 മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടമാണ് കാർഗിൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. സിംല കരാറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലൈൻ ഓഫ് കൺട്രോൾ LOC അഥവാ നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാൻ പട്ടാളവും കാശ്മീർ തീവ്രവാദികളും നുഴഞ്ഞു കയറി ഇന്ത്യൻ നിയന്ത്രിത പിക്കറ്റുകളിലും പ്രദേശങ്ങളിലും നിയന്ത്രണം കൈയടക്കാൻ ശ്രമിച്ചതാണ് ഈ യുദ്ധത്തിന് കാരണമായത്. ഇതിന്റെ ഒരു പശ്ചാത്തലം വിവരിക്കുകയാണെങ്കിൽ, കനത്ത മഞ്ഞുവീഴ്ചയുള്ളപ്പോൾ അല്ലെങ്കിൽ അതികഠിനമായ ശൈത്യകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരിലെ മുന്നിലുള്ള പിക്കറ്റുകൾ ഉപേക്ഷിക്കുകയും പിന്നീട് കാലാവസ്ഥ അനുയോജ്യമാവുന്ന സമയത്ത് അവയിൽ ഒരേ സമയം തിരിച്ചെത്തുകയും ഈ ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖയുടെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അവിടെ തിരിച്ചെത്തി ടിക്കറ്റുകൾ സംരക്ഷിക്കുകയും പതിവായിരുന്നു. എന്നാൽ 1999 പാകിസ്ഥാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്തിന് മുൻപേ ഈ താവളങ്ങളിൽ എത്തിച്ചേരുകയും മെയ് തുടക്കത്തോടെ കാർഗിലിലെ ഇന്ത്യൻ പിക്കറ്റുകൾ പിടിച്ചെടുക്കാനും അങ്ങനെ പ്രദേശത്തിന്റെ നിയന്ത്രണം കൈയടക്കാനും നീക്കമുണ്ടായി. ഇതിൽ സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ കൈയടക്കിയ പ്രദേശങ്ങളിലിരുന്ന് തന്ത്രപ്രധാന പാതയായ NH-1A അതായത് ദേശീയപാത 1A നിരീക്ഷിക്കാനും അവിടേക്ക് പീരങ്കി ആക്രമണം നടത്താനും എളുപ്പമായിരുന്നു. NH-1A പ്രത്യേകത എന്ന് പറയുന്നത് ലഡാക്ക് മേഖലയിലേക്ക് ചരക്കെത്തിക്കാനുള്ള എളുപ്പമാർഗമായിരുന്നു ദേശീയപാത 1A. ഇതിന്റെ നിയന്ത്രണം കൈക്കലാക്കിയാൽ കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുവാനും അങ്ങനെ ഇന്ത്യൻ പട്ടാളത്തെ സിയാച്ചിൻ പ്രദേശത്ത് നിന്ന് പിൻവലിക്കുവാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കുകയുമായിരുന്നു ലക്ഷ്യം. അതുവഴി ഇന്ത്യയെ കാശ്മീർ പ്രശ്നത്തിൽ ഒത്തുതീർപ്പിന് സമ്മതിപ്പിക്കാമെന്നും അതിനായി സമ്മർദ്ദം ചെലുത്താമെന്നും പാകിസ്ഥാൻ കരുതി. അങ്ങനെ ശൈത്യകാലത്ത് ഇന്ത്യൻ സേന പിൻവാങ്ങിയ തക്കം നോക്കി കാർഗിൽ മലനിരകളിൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പട്ടാളം നുഴഞ്ഞു കയറി. കൂറ്റൻ ബങ്കറുകൾ പണിത് ആയുധങ്ങളും ഭക്ഷണവും നിറച്ചു. ഈ നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത് 7 മാസത്തിന് ശേഷമായിരുന്നു. താഴ്വരയിലെ തീവ്രവാദികൾ നടത്തിയ നുഴഞ്ഞുകയറ്റമെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ തന്ത്രപ്രധാന മേഖലയായ ദേശീയപാത 1 അതായത് NH-1 അടുത്തുള്ള ടൈഗർ ഹിൽസ് പിടിച്ചെടുത്തായിരുന്നു പാകിസ്ഥാന്റെ രഹസ്യ നീക്കം. ഇന്ത്യൻ സൈന്യം തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ കാർഗിൽ മുതൽ ലഡാക്ക് വരെയുള്ള മിക്ക മലനിരകളും ശത്രുവിന്റെ കൈവശമാണെന്ന് ബോധ്യപ്പെടുന്നു. ഇതോടെ ചതി മനസ്സിലാക്കിയ ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു. ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ അതിവിപുലമായ സൈനിക നടപടി. അങ്ങനെ 1999 മെയ് 5 ഇന്ത്യൻ സൈന്യം കാർഗിൽ മലനിരകൾ തിരികെ പിടിക്കാനുള്ള യുദ്ധം ആരംഭിക്കുന്നു. പ്രത്യാക്രമണത്തിന് വ്യോമസേനയുടെ സഹായം കൂടി കരസേന തേടി. എന്നാൽ വ്യോമസേനയെ കൂടി ഉപയോഗിച്ചാൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെന്നുള്ള ആശങ്ക ആദ്യമുണ്ടായിരുന്നെങ്കിലും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഇടപെടലോടെ വ്യോമസേന ഉൾപ്പെട്ടുകൊണ്ട് ഇന്ത്യ അതിശക്തമായ സൈനിക നടപടിയിലേക്ക് നീങ്ങി. നിരവധി പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചായിരുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത്. 2.5 മാസത്തോളം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലാണ് ഏറ്റവും ഉയർന്ന യുദ്ധമേഖലയായ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന യുദ്ധമേഖലയായ ടൈഗർ ഹിൽസ് ഇന്ത്യ തിരിച്ചുപിടിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെയധികം ഉയർന്ന മേഖലയിലായിരുന്നു ഈ യുദ്ധം നടന്നത്. യുദ്ധം നടന്ന മലനിരകൾ അത്രയും പാകിസ്ഥാൻ നേരത്തെ കൈയടക്കി നിശ്ചിത സ്ഥാനങ്ങളിൽ സർവ്വസന്നാഹത്തോടെയും ഇരിക്കുന്നു. ഇതിനെയെല്ലാം മറികടന്ന് ആ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ മറികടന്നായിരുന്നു ഇന്ത്യൻ സൈന്യം വിജയത്തിലേക്ക് നീങ്ങിയത്. 3 മാസത്തോളം നീണ്ട ഈ യുദ്ധത്തിൽ 527 ഇന്ത്യൻ സൈനികരാണ് രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത്. 1300-ലേറെ പേർക്ക് പരുക്കേറ്റു. നിരവധി സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായി. തുടക്കത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടി നേരിട്ടെങ്കിലും ഇന്ത്യയുടെ കരവ്യോമസേനാ വിഭാഗങ്ങളുടെ അതിശക്ത ആക്രമണത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനായില്ല. തന്ത്രപ്രധാന പാതകളായ NH-1A ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യം ആദ്യം പിടിച്ചെടുത്തു. ഇന്ത്യൻ പീരങ്കിപ്പടയും വ്യോമസേനയും പാക് മുന്നണിയിൽ കനത്ത നാശം വിതച്ചു.
ഒടുവിൽ 1999 ജൂലൈ 26 നുഴഞ്ഞുകയറ്റക്കാർക്കെല്ലാം തക്ക മറുപടി നൽകി എല്ലാവരെയും നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് തുരുത്തി ഇന്ത്യൻ സൈന്യം. അങ്ങനെ കാർഗിൽ മലനിരകളെ തിരികെ പിടിച്ച് ഇന്ത്യ വിജയക്കൊടി നാട്ടി.